സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൻ്റെ സ്വപ്നമായിരുന്ന അതിവേഗ റെയിൽപാത പദ്ധതി വേണ്ടെന്ന് വെച്ചു UDF സർക്കാർ. വേണ്ടത്ര പഠനം നടത്താതെയാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് എന്നാണ് UDF അന്നേ പറഞ്ഞത്. ഇന്നും മുഖ്യമന്ത്രി VD സതീശൻ അത് ആവർത്തിക്കുകയും ചെയ്തു. പകരമെന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം തന്നില്ല. ഇനി ഒരിക്കലും ഉത്തരം ലഭിക്കുകയുമില്ല. നിലവിലെ ട്രെയിൻ യാത്ര തന്നെ ദുസ്സഹമാണ്. ടിക്കറ്റ് കിട്ടാനില്ല. ആളുകൾ തിരക്ക് മൂലം കമ്പാർട്ട്മെന്റിൽ കുഴഞ്ഞു വീഴുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. കേരളം ഒരു ഒറ്റ നഗരമായി വികസിക്കുകയാണ്. അപ്പോൾ അതിവേഗ പാത അത്യാവശ്യവുമാണ്. ചെറുപ്പക്കാർക്ക് യാത്ര ചെയ്യണം. ഇന്നുള്ളവർക്കല്ല, 10 വർഷം 20 വർഷം കഴിഞ്ഞ് യാത്ര ചെയ്യേണ്ടവർക്ക് മുന്നിലേക്ക് ഇപ്പോഴേ തുടങ്ങിയാലേ അവിടെ എത്തുകയുള്ളൂ എന്നോർക്കണം. അതുകൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ അതിവേഗ റെയിൽപാത വിഭാവനം ചെയ്തത്. പോരായ്മകളുണ്ടെങ്കിൽ ചർച്ചകളിലൂടെ പരിഹരിക്കാം എന്ന് അന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞതാണ്. എന്നാൽ BJPയും UDFും ഒന്നിച്ച് സമരം ചെയ്യുകയും കേന്ദ്രം നൽകിയ തത്വത്തിനുള്ള അംഗീകാരം റദ്ദാക്കുകയും ചെയ്തതോടുകൂടിയാണ് മുന്നോട്ട് പോകാൻ കഴിയാതെ സിൽവർ ലൈൻ പദ്ധതി മുടങ്ങിയത്. പലതരത്തിൽ ബദൽ നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചപ്പോഴും അതിനെ എതിർത്തു BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അടങ്ങുന്ന UDF മുന്നണിയും. അതോടുകൂടി സിൽവർ ലൈൻ പദ്ധതി, അതിവേഗ പാത എന്ന പദ്ധതി കടലാസിൽ മാത്രമായി ഒതുങ്ങി. ഇപ്പോഴിതാ പദ്ധതി റദ്ദാക്കിയിരിക്കുന്നു. ഇനി കേരളത്തിൽ അതിവേഗ പാത വരുമോ? UDFിന്റെ പ്രകടന പത്രികയിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിവേഗ പാത. അതുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്, എന്താണ് ബദൽ? ഒരു പാത, അതിവേഗ പാത, അത് കേരളത്തിന് വളരെ അത്യാവശ്യമാണ്. അതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും സാരമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ നമുക്ക് ആ വാക്കുകൾ. UDF റെയിൽ പദ്ധതിയെ തുടക്കം മുതൽ എതിർത്ത് വന്നവർ അതിനെ വലിയ സമരം നടത്തിയതാണ്. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചത് അത്ഭുതമൊന്നുമില്ല. പക്ഷെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പേരെന്ത് വേണമെങ്കിൽ വിളിച്ചോ, ഇനി രാഗ റെയിൽ എന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. പക്ഷെ കേരളത്തിലെ ഇങ്ങനൊരു അതിവേഗപാത വേണോ തെക്ക് വടക്ക്? ഇതാണ് ചോദ്യം. അതോ കേരളത്തിലുള്ളവരെല്ലാം ഇനി ഈ കാറെടുത്ത് തെക്ക് വടക്ക് ഓടണോ? എവിടെ എത്തുന്നത്? ഇപ്പൊ തന്നെ പണിത 4 വരി പാതകള് ആ പണി തീർന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും തിരക്ക് മൂലവും വേണമെങ്കിൽ നിങ്ങൾ ആലുവ തൃശ്ശൂര് അല്ലെങ്കിൽ എറണാകുളം തൃശ്ശൂരൊന്ന് യാത്ര ചെയ്യും. ഈ റോഡ് മുഖേന പോകുന്ന യാത്രക്കാരെ മുഴുവൻ ട്രെയിനിലേക്ക് മാറ്റാൻ പറ്റണം. മാറ്റണമെങ്കിൽ അത് അതിവേഗ പാത വേണം. ഇത് പാരിസ്ഥിതികമായിട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ശരി, ഇത് വേണ്ട. വേറെന്താ ബദല് പറയണം? ഇനി വേറെ പേരിട്ടാ വിളിക്കാൻ പോണെങ്കിൽ അങ്ങനെ, അല്ല വല്ല ഭേദഗതി ഉണ്ടെങ്കിൽ അങ്ങനെ. LDF തന്നെ പറഞ്ഞതാണ്, കേന്ദ്രം റെയിൽ അനുവദിക്കുന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ ഞങ്ങൾ കേന്ദ്രം പറ, അതനുസരിച്ച് ചെയ്യാം. അവർ RTDS പറഞ്ഞു. അപ്പോൾ RRT ഞങ്ങൾ ശരി സമർപ്പിക്കാം. ഞങ്ങൾക്ക് തുറന്ന മനസ്സുള്ളൂന്ന് ഇത് തന്നെ വേണമെന്നുള്ളതല്ല. ഞങ്ങളുടെ നിലപാട് കേരളത്തിൻ്റെ വികസനത്തിന് മുന്നോട്ടുള്ള പോക്കിന് ഇത്തരത്തിലുള്ള ഒരു അതിവേഗ പാത അനിവാര്യമാണ്. അങ്ങനെ ആ അധ്യായവും അടച്ചു. ഇനി അതിവേഗ പാത എന്നത് സ്വപ്നത്തിൽ മാത്രം. കേരളത്തിന് പുറത്ത് അതിവേഗ പാത നിർമ്മിക്കുന്നുണ്ട് എന്നോർക്കണം. എന്തുകൊണ്ട് കേരളത്തിന് പറ്റില്ല എന്ന ചോദ്യം നേരത്തെ ഉയരേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പുതിയ പാത, UDF വിഭാവനം ചെയ്തതുപോലുള്ള പാത, അത് നടപ്പാക്കാൻ സ്ഥലം ഏറ്റെടുക്കാൻ പോയാൽ, ഒരിക്കൽ സമരം ചെയ്ത് തോൽപ്പിച്ച പദ്ധതി വീണ്ടും തുടങ്ങാൻ പോയാൽ ജനങ്ങൾ വീണ്ടും സമരത്തിനിറങ്ങില്ലേ എന്ന ചോദ്യവും ഉയർന്നുണ്ട്. അതുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് എന്നത് നടക്കാൻ പോകുന്നില്ല ഇനി കേരളത്തിൽ. അന്ന് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് പകുതിയെങ്കിലും പൂർത്തിയാകുമായിരുന്നു പദ്ധതി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അവിടെ നിൽക്കട്ടെ. UDFിന്റെ രീതി ഇതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ തീരദേശപാതയുണ്ട്. തീരദേശപാത അത് വേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ അന്ന് പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ആ നിലപാട് മാറ്റിയോ? അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നറിയണം. അതേപോലെ തന്നെ വയനാട്ടിലേക്കുള്ള തുരങ്കപാത, അതിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞതാണ്. എന്തായിരിക്കും നിലപാട്? അതേപോലെ തന്നെയാണ് മലയോര പാത.
മലയോര പാത ഏകദേശം 1, 2, 3 റീച്ചുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി മലയോര പാതയുടെ ഭാവി എന്താകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടതുണ്ട് UDF നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കാരണം അദ്ദേഹം ഇതിനെയെല്ലാം എതിർത്തതാണ് എന്നുകൂടി ഓർക്കണം. ഈ പദ്ധതികളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ലൈഫ് മിഷൻ പദ്ധതിയും അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ UDF എന്ന വലിയ ചോദ്യം കേരളത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്.